ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ ജി സുധാകരനുമായി സംസാരിച്ചു എന്നതാണ്. തന്റെ പ്രതിഷേധം നാസറിനോട് സുധാകരൻ ആവർത്തിച്ചറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അംഗത്വ ഫോം പൂരിപ്പിച്ച് നൽകില്ല എന്ന കടുത്ത നിലപാടിൽ അദ്ദേഹം തുടരുകയാണ്. സംസ്ഥാന നേതൃത്വം ഇടപെടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല എന്നതാണ്. അതായത് ശ്രീജിത്ത് പറഞ്ഞതുപോലെ മുതിർന്ന നേതാക്കളുടെ ഒരു ഇടപെടൽ അതുടൻ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല, അല്ലേ? അനുജ, അദ്ദേഹത്തിന് കാലിന് പരിക്കുപറ്റി വിശ്രമത്തിൽ കഴിയുമ്പോൾ CPIM ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു. അപ്പോൾ അത്തരം ഒരു നേതാക്കളുമായി ഇപ്പോഴും അദ്ദേഹത്തിന് നിരന്തരം ബന്ധമുണ്ട്. ആ ബേബി അടക്കമുള്ള നേതാക്കൾ ഒരുപക്ഷെ ബന്ധപ്പെടുകയാണെങ്കിൽ സുധാകരനെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞേക്കുമെന്ന് ചിലരെങ്കിലും വിശ്വസിക്കുന്നു. എന്നാൽ ഇപ്പോൾ നേരിട്ട അവഹേളനത്തിന് ഒരു തരത്തിലുള്ള ഒരു പരിഹാരവുമില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അതിന് ക്ഷമിക്കാവുന്ന ഒരു പിഴവല്ല സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നാണ് പ്രതിനിധികൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുധാകരനെ അനുനയിപ്പിക്കാൻ കഴിയുമോ ഉള്ള നീക്കം വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതാണ് നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്, തന്നെ എല്ലാ പാർട്ടി പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഏറ്റവും ഒടുവിലായി ഉണ്ടായിരിക്കുന്ന MV ഗോവിന്ദന്റെ ഭാഗത്തുനിന്ന് വന്ന ആ പരാമർശം അദ്ദേഹത്തിന് വലിയ വേദനയുണ്ടാക്കിയിട്ടുണ്ട്. അത് തന്നെ അവഹേളിച്ചതുപോലെയാണ്, തന്നെ കളിയാക്കി ചിരിക്കുകയായിരുന്നു എന്നാണ് മുതിർന്ന നേതാവായ G സുധാകരൻ പറഞ്ഞിട്ടുള്ളത്. അശ്വിൻ പാലാഴിയിലേക്ക് കൂടി. അശ്വിൻ, നാസർ നേരത്തെ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചു, പക്ഷേ ഫോൺ എടുക്കാൻ തയ്യാറായില്ല G സുധാകരൻ എന്നാണ് നമ്മൾ കൊടുത്തിരുന്നത്. പിന്നീടും ഫോണിലൂടെ സംസാരിച്ചു എന്നാണോ നമുക്കറിയാൻ കഴിഞ്ഞത്? അപ്പോൾ G സുധാകരൻ എന്ത് നിലപാട് സ്വീകരിച്ചു? അനുജ, അല്പസമയം മുമ്പാണ് CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ G സുധാകരനുമായി സംസാരിച്ചത്. രാവിലെ ഈ വാർത്ത വന്നതിന് പിന്നാലെ മുതൽ തന്നെ G സുധാകരനെ ഫോണിൽ ബന്ധപ്പെടാൻ ആർ നാസർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ഫോൺ കോളിനോട് പ്രതികരിക്കാൻ G സുധാകരൻ തയ്യാറായിരുന്നില്ല. പക്ഷേ വാർത്തകളുടെ അവസാനം അതിനവസാനം അദ്ദേഹത്തിന്റെ ഫോൺ കോൾ G സുധാകരൻ എടുത്തിരുന്നു. എടുത്ത് അതിനുശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. അംഗത്വ ഫോറം പൂരിപ്പിച്ച് നൽകില്ല എന്നുള്ള ഉറച്ച തീരുമാനമാണ് ആർ നാസറിനെ നിലവിൽ G സുധാകരൻ അറിയിച്ചിരിക്കുന്നത്. തന്റെ പ്രതിഷേധത്തിന്റെ കാരണം എന്തുകൊണ്ടാണ് ഈ അംഗത്വ ഫോറം പൂരിപ്പിച്ച് നൽകാത്തത്, പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാൻ താൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായി ആർ നാസറിനോട് ഏകദേശം 7 മിനിറ്റോളം നീണ്ട ഫോൺ സംഭാഷണത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെടും എന്നുള്ള പ്രതീക്ഷയാണ് നിലവിൽ G സുധാകരനുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇക്കാലം അത്രയും നേരിട്ട അവഗണന, ഒപ്പം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നുണ്ടായ അദ്ദേഹത്തിനെതിരായ പരിഹാസപൂർവമായ പരാമർശം, ഇതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമായി തന്നെ G സുധാകരൻ പാർട്ടി ജില്ലാ സെക്രട്ടറി ആർ നാസറിനെ ധരിപ്പിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഒരുപക്ഷെ ആർ നാസർ സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കും. അതിനുശേഷമായിരിക്കും ഇനിയിപ്പോൾ കൂടുതൽ എന്ത് ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം എന്നുള്ളതുമായി ബന്ധപ്പെട്ട് പാർട്ടി ഒരു തീരുമാനമെടുക്കുക. നിലവിൽ എന്തായാലും G സുധാകരനുള്ള അതൃപ്തി പൂർണ്ണമായും ഔദ്യോഗികമായി തന്നെ പാർട്ടിയെ അറിയിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. G സുധാകരൻ അവിടേക്ക് പോയതല്ല, പാർട്ടി തന്നെ G സുധാകരനിലേക്ക് എത്തി. G സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് ജില്ലാ സെക്രട്ടറി തന്നെ സംസാരിച്ചു. ഏറെ നേരം ശ്രമിച്ചതിന് ശേഷമാണ് G സുധാകരൻ ഫോൺ പോലും എടുത്തത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും ഇനിയിപ്പോൾ തുടർ നടപടി സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടലാണ് ഇതിൽ ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ്. വളരെ വേഗം ഒരു മഞ്ഞുരുക്കം സാധ്യമല്ല എന്നതിന്റെ സൂചനകളാണ് വരുന്നത്. ആർ നാസർ പലകുറി ശ്രമിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഫോൺ എടുക്കാൻ പോലും തയ്യാറായത്. പക്ഷേ ഫോൺ എടുത്ത് സംസാരിക്കുമ്പോഴും തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അംഗത്വ ഫോം പൂരിപ്പിച്ച് നൽകില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. തന്റെ പ്രതിഷേധം ആർ നാസറിനെ അറിയിച്ചിട്ടുണ്ട് എന്നതാണ്. ഇനി സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.